ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് മറ്റൊരു പ്രൊമോ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊമോയിൽ തേഞ്ഞൊട്ടുന്നത് ലക്ഷ്മി തന്നെയാണ്. അതായത് ലാലേട്ടൻ പറയുകയാണ്, ഈ വീട്ടിൽ നിൽക്കണം എന്നുള്ള ഒരാൾക്ക് ടിക്കും നിൽക്കണ്ട എന്നുള്ള ഒരാൾക്ക് ഇൻഡുവും കൊടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒനിയൽ സാബു ലക്ഷ്മിയുടെ നെറ്റിയിൽ ആ ഒരു ഇൻഡു ഒട്ടിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ദെൻ ഷാനവാസാണ് വരുന്നത്. ഷാനവാസ് ആദിലയുടെ നെറ്റിയിൽ ടിക്ക് ഒട്ടിക്കുന്നു, ശരി എന്നുള്ള ഒരു ചിഹ്നം ഒട്ടിക്കുന്നു. അവൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്, ഇനി അവൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ. അതിനുശേഷം മസ്താനിയും ജിസയിലും ലക്ഷ്മിയുടെ നെറ്റിയിലാണ് ഒട്ടിക്കുന്നത്. ശേഷം ലാലേട്ടൻ പറയുകയാണ്, ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അല്ലേ, ഇത് നല്ലതായി തോന്നുന്നുണ്ടോ മോശമായി തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷക വിധി ഞാൻ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എൻവലപ്പ് തുറന്നിട്ട് ലാലേട്ടൻ ആരുടെയോ പേര് വായിക്കുകയാണ്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചില അൺഒഫീഷ്യൽ സൈറ്റുകളിലും ചില റൂമർ എന്നോണം പറയുന്നത് അത് പ്രവീൺ ആണ് എന്നതാണ്. പ്രവീണും മസ്താനിയുമാണ് ഈ വീക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും എവിക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് ചില അൺഒഫീഷ്യൽ സൈറ്റുകളിൽ പറയപ്പെടുന്നത്. കൃത്യമായി എനിക്കറിയില്ല ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കാത്തിരിക്കാം ആരാണ് എവിക്റ്റ് ആവുക എന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ 5 വൈൽഡ് കാർഡുകളെയും അറ്റ് എ ടൈമിലാണ് ബിഗ് ബോസ് ആ ഒരു ഷോയിലേക്ക് കടത്തിവിടുന്നത്. എന്നിട്ടും ആ 5 വൈൽഡ് കാർഡുകൾക്കും വലിയ രീതിയിലുള്ള യാതൊരുവിധ മാറ്റങ്ങളും അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെയധികം പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപക്ഷെ 1-2 വൈൽഡ് കാർഡുകൾ മോശമാണ് എന്ന് അനുമാനിക്കാനായിട്ട് സാധിക്കും. എന്നാൽ 5 വൈൽഡ് കാർഡുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ യാതൊരുവിധ ഗെയിമോ സ്ട്രാറ്റജിയോ പ്ലാനുകളോ ഒന്നും തന്നെ ഇല്ലാത്തവർ, ആദ്യം കയറിയ ദിവസം അവർ പുറത്തു നിന്നും കണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധിച്ചേട്ടനെക്കുറിച്ചും രേണ ഫാത്തിമയുടെ ഫാമിലിയെക്കുറിച്ചും ബോയ് ഫ്രണ്ടിനെക്കുറിച്ചും അനുമോളുടെ പുറത്തുള്ള ലൈഫിനെക്കുറിച്ചും അത്തരത്തിലുള്ള ചില കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുക എന്നല്ലാതെ യാതൊരുവിധ കണ്ടൻറ്റും ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിട്ടില്ല. അന്ന് തന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചതാണ്, ഈ വൈൽഡ് കാർഡുകളുടെ ഗെയിം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അടുത്ത വീക്കാവണം. നെക്സ്റ്റ് വീക്കിൽ മാത്രമേ ഇവരുടെ ഗെയിം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. എന്നാൽ നെക്സ്റ്റ് വീക്കായപ്പോൾ നമ്മൾ കാണുന്നത് ഈ 5 വൈൽഡ് കാർഡുകളും ഒരുപക്ഷെ അവർ ഗ്രൂപ്പായിട്ട് കളിക്കുന്നതാണ്. നമ്മൾ ഗ്രൂപ്പ് പൊളിക്കാനായിട്ട് ഈ ഒരു ഷോയിലേക്ക് കടത്തിവിട്ട 5 വൈൽഡ് കാർഡുകൾ നമ്മൾ വൈൽഡ് കാർഡുകൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളത് നാഴികയ്ക്ക് 40 വട്ടം മസ്താനി എന്ന കണ്ടസ്റ്റൻ്റ് അവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് പൊളിക്കാനായി പോയിട്ട് അവർ തന്നെ അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. പിന്നെ കണ്ടൻറ് എന്ന പേരിൽ അവർ കളിച്ചിരിക്കുന്ന ചീപ്പ് ഗെയിം ഒരിക്കലും പ്രേക്ഷകർക്ക് അക്സെപ്റ്റബിൾ ആവില്ല എന്നത് ഏകദേശം 40 ദിവസത്തോളം പുറത്തു നിന്നും ഗെയിം കണ്ട് അകത്തേക്ക് പോയ ഓരോ വൈൽഡ് കാർഡുകൾക്കും മനസ്സിലാവില്ലേ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അവരെന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടെ കാട്ടിക്കൂട്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തു കൂട്ടി, പക്ഷെ അതൊന്നും യാതൊരു വിധത്തിലും പ്രാബല്യത്തിൽ വന്നില്ല, അല്ലെങ്കിൽ അതൊരിക്കലും എഫക്റ്റീവ് ആയില്ല എന്നതാണ് ഇതിനു പിന്നിലെ ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പിന്നിൽ വോട്ടിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ബിന്നി ആയിക്കോട്ടെ റെന ഫാത്തിമ ആയിക്കോട്ടെ അവരുടെയൊക്കെ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഗെയിം എന്ന് പറയുന്നത് അത്രയ്ക്കങ്ങും ഹൈപ്പിലുള്ള ഗെയിമാണ് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. അത്രത്തോളം അവർ ആക്റ്റീവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് വന്ന വൈൽഡ് കാർഡുകൾ കേവലം 2 ആഴ്ച കൊണ്ട് ഷോയിൽ നിന്നും എവിക്റ്റ് ആക്കപ്പെടുന്നു എന്നത് വളരെയധികം ശോചനീയമായ ഒരു കാര്യം തന്നെയാണ്. എവിടെയാണ് അവർക്ക് പിഴവ് സംഭവിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ ഈ 2 വൈൽഡ് കാർഡുകളാണ് എവിക്റ്റ് ആവുന്നത് എന്നുണ്ടെങ്കിൽ അവർ പുറത്ത് വന്ന് മനസ്സിലാക്കിക്കോട്ടെ. അവരെങ്ങനെയായിരുന്നു പ്രേക്ഷകർ സ്വീകരിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഏതൊക്കെ രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പോയത് എന്നുള്ളതൊക്കെ. എന്തായാലും വൈൽഡ് കാർഡുകൾ ഗ്രൂപ്പ് പൊളിക്കാനായി പോയി അവർക്ക് മുന്നേ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റൻസിന് മുൻപേ എവിക്റ്റായി പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം വൈകിട്ടത്തെ എപ്പിസോഡിനായിട്ട് ആരായിരിക്കും ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 വിട പറയാൻ പോകുന്നത് എന്നത്.